So good evening. നമ്മൾ മൈക്രോപ്രോസസറിന്റെ പാർട്ട് 2ലേക്ക് പോവുകയാണ്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ 8085നെ പറ്റിയിട്ട് നമ്മൾ അതിന്റെ ആർക്കിടെക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിക് ആയിട്ടുള്ള ടെർമിനോളജി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇംപ്ലിമെന്റ് ചെയ്ത ടെക്നോളജിയെ കുറിച്ച് നമ്മൾ പഠിച്ചു, ബിറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, അതിന്റെ അഡ്രസ് ലൊക്കേഷനെ പറ്റി പഠിച്ചു. അങ്ങനെയുള്ള കുറെ ടോപ്പിക്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് പാർട്ടിൽ. സോ ഈ സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം ഡിസ്ക്രിപ്ഷൻ ആണ്. സോ ശ്രദ്ധിക്കുക, ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ നമ്മൾ എന്തൊരു ഒരു ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് പറയാൻ പറ്റുന്നത്. നമ്മൾ ഈ ബ്ലോക്ക് ഡയഗ്രത്തിന് നമ്മൾ വീണ്ടും നമ്മൾ 3 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. Therefore the block diagram is divided into 3 parts. നമുക്ക് പറയാൻ പറ്റും 8085 മ്യൂപ്പിയുടെ ബ്ലോക്ക് ഡയഗ്രത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? This block diagram is divided into 3 parts. One, first part is execution part, and second part is memory part, memory unit നമുക്ക് പറയാൻ പറ്റും, memory part or memory unit, and the third one is control unit. So the entire block diagram of a 8085 microprocessor can be categorized into 3. One is execution part, second one is memory registers അല്ലെങ്കിൽ memory part, third one is control part നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സെയിം ഡയഗ്രത്തിൽ തന്നെ ഓരോന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കാര്യങ്ങളുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എക്സിക്യൂഷൻ പാർട്ട് ആണ്. Therefore first we are going to discuss about execution part. എക്സിക്യൂഷൻ പാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റും ഇതിനകത്ത് ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ALU എന്ന് പറയുന്നത്. ഈ ALU എന്ന് പറയുന്നതായിരിക്കും ഇറ്റ് ഈസ് കാൾഡ് ദ ഹാർട്ട് ഓഫ് ദ മൈക്രോപ്രോസസർ. ഈ ALU അർത്ഥമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഈസ് കാൾഡ് ALU is the heart of the microprocessor. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സോ നോക്കാം, ശ്രദ്ധിക്കാം നമുക്ക്. ഫസ്റ്റ് പാർട്ട് എന്തായിരിക്കും? എക്സിക്യൂഷൻ പാർട്ടിലെ ഫസ്റ്റ് ഇറ്റ് ഈസ് ALU, അർത്ഥമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. അപ്പോൾ ദിസ് ALU it is a heart of microprocessor. നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ALU എത്ര ആയിരിക്കും? അതിന്റെ എത്ര ബിറ്റ് ആയിരിക്കും? ഇറ്റ് ഈസ് 8 ബിറ്റ് ആയിരിക്കും അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് 8 ബിറ്റ് കപ്പാസിറ്റി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും that means this 8 bits can be handled by ALU. That means ALU is capable of handling how many bits? That determines the size of the microprocessor. That means how many bits that the ALU can handle. ഇങ്ങനെ നമുക്ക് പറയാം, ബിക്കോസ് നമ്മളിവിടെ ALU-നെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. That means how many bits that ALU can handle. That determines the size of the microprocessor. That means if ALU 8 bit ആണ്, that means this ALU can handle 8 bit microprocessor is 8 bits. Therefore 8085 is a 8 bit microprocessor നമുക്ക് പറയാൻ പറ്റും. സോ അതാണ്, that means how many bits that ALU can handle അല്ലെ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിന്റെ കപ്പാസിറ്റി സൈസ് നമ്മൾ പറയുന്നത്. Therefore ALU is 8 bit. എപ്പോഴും നമുക്ക് 8085 മൈക്രോപ്രോസസർ നോക്കിയാൽ അതിനകത്ത് ആകെ രണ്ട് രജിസ്റ്റർ മാത്രമേ വരുന്നുള്ളൂ. അതിനകത്ത് 16 ബിറ്റ് വരുന്നത്. ഒന്ന് പ്രോഗ്രാം കൗണ്ടർ, മറ്റേതായിരിക്കും സ്റ്റാക്ക് പോയിന്റർ. ബാക്കി എല്ലാം വരുന്നത് 8 ബിറ്റ് ആയിരിക്കും വരുന്നത്. അപ്പം ALU is capable of handling how many bits. That determines the size of the microprocessor because ALU is the heart of the microprocessor. ഇപ്പൊ നമ്മൾ നോക്കിയേ, ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മളിപ്പം 8085 മൈക്രോപ്രോസസർ ഉണ്ട്, അതെന്തായിരിക്കും 8080 മൈക്രോപ്രോസസർ ഉണ്ട്. 8080 മൈക്രോപ്രോസസർ. അപ്പോൾ നമ്മൾ നോക്കി 8085 മൈക്രോപ്രോസസറും 8080 മൈക്രോപ്രോസസറും എന്തായിരിക്കും? രണ്ടും 8 ബിറ്റ് മ്യൂപ്പി ആണ്. ഇതും 8 ബിറ്റ് ആണ്, ഇതും 8 ബിറ്റ് മൈക്രോപ്രോസസർ ആണ്. 8085 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? 8085 യൂസസ് 74 ഇൻസ്ട്രക്ഷൻസ്. 8085 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും? ഇറ്റ് യൂസസ് 74 ഇൻസ്ട്രക്ഷൻസ്. 8080 എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? ഇറ്റ് യൂസസ് ഓൺലി 72 ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഈ 72 ഇൻസ്ട്രക്ഷൻസ് എന്തായിരിക്കും? ഇത് 72 ഇൻസ്ട്രക്ഷൻസ് is also applicable for 8085 except 2 interrupts. എന്തായിരിക്കും? അത് നമ്മൾ പഠിക്കും. സിം ആൻഡ് റിം അത് നമ്മൾ പഠിക്കും. അത് നമ്മുടെ ഇന്ററപ്റ്റ്സിന്റെ കണ്ടീഷൻ സെക്ഷൻ നമ്മൾ പഠിക്കും.
പിന്നെ എന്തായിരിക്കും വരിക? പിന്നെ ഒരു ഡിഫറൻസ് പറയുന്നത് എന്തായിരിക്കും? 8085 നമ്മൾ ലാസ്റ്റ് ക്ലാസ് നമ്മൾ നോക്കിയായിരുന്നു. 8085ന്റെ ക്ലോക്ക് ഫ്രീക്വൻസി എത്ര? 3 മെഗാ ഹെർട്സ്. ഇതാകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? 8080 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? അതിന്റെ ഫ്രീക്വൻസി 2 മെഗാ ഹെർട്സ് ആണ്. ഇതിന്റെ ഫ്രീക്വൻസി 2 മെഗാ ഹെർട്സ്. ദെൻ വൺ മോർ ഡിഫറൻസ് ഈസ് 8085 requires എന്തായിരിക്കും? only one power supply. Only one power supply, that is 5 volt. Only one power supply, that is only 5 volt. പക്ഷേ എന്തായിരിക്കും? 8080 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? 8080 UPT requires എന്തായിരിക്കും? +5 volt വേണം, -5 volt വേണം, പിന്നെ എന്തായിരിക്കും? 12 volt വേണം. 12 volt. Therefore, ഇതാണ് നമ്മുടെ കമ്പാരിസൺ എന്ന് പറയുന്നത്. സാധാരണ ചിലപ്പോൾ നമ്മൾ 8085 മൈക്രോ പ്രോസസ്സർ എന്ന് അറിയത്തില്ല, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചിലപ്പോൾ 8080 എന്നായിരിക്കും ചോദിക്കുന്നത്. കാര്യം എന്തായിരിക്കും? 8085 8080 തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എന്തായിരിക്കും? രണ്ടും 8 ബിറ്റ് MUP ആണ്. എന്തായിരിക്കും? ഇൻസ്ട്രക്ഷൻസ് രണ്ടിലും കോമൺ ആയിട്ട് 72 ഇൻസ്ട്രക്ഷൻസ് ഏകദേശം കോമൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എന്തായിരിക്കും? പിന്നെ എന്തായിരിക്കും? ജർമ്മൻ ടെർമിനോളജി നോക്കിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഡിഫറൻസ് സംഭവിക്കുന്നുണ്ട്, പിന്നെ പവർ സപ്ലൈക്ക് ഡിഫറൻസ് സംഭവിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. 8085 പകരം 8080 MUP എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അത് കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സോ വാട്ട് എവർ we are studying in 8085, it is applicable to 8080 also. ഓർത്തിരിക്കുക. സോ ഇതാണ് നമ്മുടെ ഇതിന്റെ ഒരു കമ്പാരിസൺ ഞാൻ പറയാണ്. സോ നമ്മൾ പറഞ്ഞു അടുത്തതായിരിക്കും ALU അല്ലേ. Then after ALU കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നമ്മൾ പോകുന്നത്, പിന്നെ അടുത്തത് രജിസ്റ്ററിലേക്ക് പോകുന്നത്. That means the output after ALU it is നമ്മൾ പറയുന്നത് എന്തായിരിക്കും? അക്യുമുലേറ്റർ അല്ലേ. അക്യുമുലേറ്റർ. That means അക്യുമുലേറ്റർ നമ്മൾ പഠിച്ചു എന്തായിരിക്കും? ALU means arithmetic and logical unit. In arithmetic and logical unit എന്താ സംഭവിക്കുന്നത്? All the arithmetic and logical operations are carried out in the ALU. Then the result of the ALU, where it is placed? The result of the ALU is stored in the accumulator. എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? The results of ALU is placed in the accumulator. Therefore എന്തായിരിക്കും? Results of what is accumulator? The results of arithmetic and logic unit എന്തായിരിക്കും? Stored is placed in the എവിടെ ആയിരിക്കും? Is placed in the accumulator. Is placed in the accumulator. Then നമ്മൾ പഠിച്ചു അപ്പോഴത്തെ എന്തായിരിക്കും? അക്യുമുലേറ്ററിന്റെ സൈസ് എത്ര ആയിരിക്കും? നമ്മൾ മുന്നേ പറഞ്ഞില്ലേ, എക്സെപ്റ്റ് പ്രോഗ്രാം കൗണ്ടർ ആൻഡ് സ്റ്റാക്ക് പോയിന്റർ ഓൾ ആർ 8 ബിറ്റ്സ്. Therefore എന്താ പറയാൻ പറ്റും? All registers are എന്തായിരിക്കും? 8 bit അല്ലേ. Therefore accumulator is also it is a 8 bit register. It is a 8 bit register. Accumulator is also an 8 bit register. Very important point ഇതായിരിക്കും. What is a machine code of the accumulator? നമ്മൾ 8 ബിറ്റിനകത്തിട്ട് നമുക്ക് ഈ അത്തമാറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ് നമ്മൾ ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്തു. അത്തമാറ്റിക് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്തു. എന്ത് ചെയ്യും? Then after the operation the result is placed in the accumulator. Then how the processor will know പ്രോസസ്സറിന്റെ അക്യുമുലേറ്റർ ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? It is the processor identified it is an accumulator by using which one? By using its machine code. Therefore for accumulator the machine code is എത്ര ആയിരിക്കും വരിക? 111. It is a machine code of accumulator. Very important ആണ്, ഓർത്തു വയ്ക്കുക. കാര്യം മെഷീൻ കോഡ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻ ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. Therefore ആ സമയത്ത് നമുക്ക് മെഷീൻ ലെങ്ത് ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. Therefore one important point for regarding accumulator, therefore machine length, machine code of accumulator. Machine code of accumulator എന്താണ്? Is 111. ഒരു important point ആയിട്ട് ഓർത്തു വയ്ക്കുക. Machine code of accumulator is 111. Then accumulator first നമ്മൾ arithmetic and logic കൊണ്ട് പറഞ്ഞിട്ട് is the heart of the microprocessor. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് വന്നു, നമ്മൾ accumulatorലേക്ക് വന്നു. എങ്ങനെ ആയിരിക്കും? The result of the ALU it is placed in the accumulator. It is an 8 bit register and the machine code of accumulator is 111. ഓർത്തു വയ്ക്കുക. Then next is ഇതായിരിക്കും status flag register. Then next is status flag register. Status flag register. എന്തായിരിക്കും സ്റ്റാറ്റസ് ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ? when execution takes, നമ്മൾ പറയുന്നത് എക്സിക്യൂഷൻ പാർട്ടാണ് അല്ലേ. so when during the execution time അല്ലെ when execution takes place, according to the result one status information is stored in the register. That register is called status flag register. That means during the execution time അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും, when execution takes place, when execution takes place according to the result എന്തായിരിക്കും? one status information is stored in the register. One
status information. One status information is stored in the register. One status information is stored in the register. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാറ്റസ് ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുന്നുണ്ട്. Therefore എന്തായിരിക്കും that status flag register it shows എന്തായിരിക്കും it shows the nature of the result. It shows the nature of the result നമുക്ക് പറയാൻ പറ്റും. It shows the nature of the result. Nature of the result. Then last തവണ ഏഴ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് what is program status word and program process status word. ഈ ഫ്ലാഗ് എന്ന് പറയുന്നത് ഫ്ലാഗ് ഈസ് ആൾസോ 8-bit രജിസ്റ്റർ ആണ്. ഇപ്പൊ നമ്മൾ പറയാണ് ഫ്ലാഗ്, അതാണ് ഫ്ലാഗ് എന്ന് പറയുന്നത്. ഫ്ലാഗ് ഇറ്റ് ഈസ് ആൾസോ 8-bit രജിസ്റ്റർ. 1 2 3 4 5 6 7 2 3 4 5 6 7 8-bit രജിസ്റ്റർ ആണ്. 8-bit രജിസ്റ്റർ വിത്ത് 3 empty locations. 3 empty locations വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ എന്തായിരിക്കും with 3 empty locations and 5 flags അല്ലെ. ഇതായിരിക്കും carry flag. ഇതായിരിക്കും carry flag. This is parity flag. Then this is auxiliary carry flag. Then it is zero flag and is sign flag. Therefore it contains of static flag. It contains of 5 flags plus 3 empty locations. 5 flags plus 3 empty locations. ഈ 5 ഫ്ലാഗ് പ്ലസ് 3 empty locations നമ്മൾ പറയുന്ന പേരാണ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയും. ഇസ് കാൾഡ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. ഇസ് കാൾഡ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. ദെൻ നെക്സ്റ്റ് വൺ എന്തായിരിക്കും അക്യുമുലേറ്റർ. ദ കോമ്പിനേഷൻ ഓഫ് അക്യുമുലേറ്റർ പ്ലസ് ഫ്ലാഗ് രജിസ്റ്റർ. ദ കോമ്പിനേഷൻ ഓഫ് അക്യുമുലേറ്റർ plus flag register is called accumulator വന്നിട്ടുള്ളതായിരിക്കും. therefore നമുക്ക് ഇത് പറയാൻ വേണ്ടി is called process status word. Process status word ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. PSC തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വയ്ക്കുക. therefore എന്തായിരിക്കും what is in 8085 PSWEs എന്ന് പറഞ്ഞാൽ ആയിരിക്കും ചോദിക്കുന്നത് എന്തായിരിക്കും accumulator plus flag register program status word എന്തായിരിക്കും 5 flag plus empty location. ഈ flag register കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും process program status word. അക്യുമുലേറ്റർ പ്ലസ് ഫ്ലാഗ് രജിസ്റ്റർ ആകുമ്പോഴത്തേക്ക് ഇതായിരിക്കും വരിക പ്രോസസ് സ്റ്റാറ്റസ് വേർഡ് എന്ന് നമുക്ക് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഫ്ലാഗ് രജിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ. ഇത് കഴിഞ്ഞ തവണത്തെ ഈ ക്വസ്റ്റ്യൻ ആണ്, എക്കോ ഇൻസ്പെക്ടറുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഇനി ഫ്ലാഗ് രജിസ്റ്ററിനെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് എങ്ങനെ ആയിരിക്കും ഇതിന്റെ ഫ്ലാഗ് സൈൻ എങ്ങനെ വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുകയാണ്, ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ എന്തായിരിക്കും ഒരു ആഡിങ് എടുക്കുകയാണ്. 2 1 0 1 1 0 1 0 1 adding 1 to 1 0 0 0 double 1 0 1. example നമ്മൾ എടുക്കുകയാണ്. 1 plus 1 0 with carry 1 1 1 plus 1 0 with carry 1 1 plus 1 0 with carry 1. അടുത്തതായിരിക്കും 1 plus 1 0 with carry 1 1 plus 1 0 with carry 1 1 1 plus 1 0 with carry 1. ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മളൊരു ഇതിനകത്ത് എങ്ങനെയായിരിക്കും ഫ്ലാഗ് സെറ്റ് ആവും നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ നമ്മൾ ഓരോരോ ഫ്ലാഗിനെ പറ്റി പറയാൻ പോകണം. ഫസ്റ്റ് ഫ്ലാഗ് എന്തായിരിക്കും ക്യാരി ഫ്ലാഗ്. ഫസ്റ്റ് ഫ്ലാഗ് എന്തായിരിക്കും ക്യാരി ഫ്ലാഗ്. ക്യാരി ഫ്ലാഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ക്യാരി ഉണ്ടെങ്കിൽ എന്തായിരിക്കും ക്യാരി ഇസ് there ക്യാരി ഫ്ലാഗ് is set. that means if എന്തായിരിക്കും if carry is there ക്യാരി ഫ്ലാഗ് is എന്തായിരിക്കും ക്യാരി ഫ്ലാഗ് is set. ഇവിടെ എന്തായിരിക്കും 1 ക്യാരി ഉണ്ടല്ലോ, therefore എന്തായിരിക്കും ക്യാരി ഫ്ലാഗ് is set. അടുത്തതായിരിക്കും if എന്തായിരിക്കും ക്യാരി നോട്ട് ഒബ്റ്റൈൻഡ് അല്ലെങ്കിൽ പറയുന്നത് ക്യാരി നോട്ട് ഒബ്റ്റൈൻഡ് എന്തായിരിക്കും ക്യാരി ഫ്ലാഗ് is reset ആണ് ക്യാരി ഫ്ലാഗ് എന്ന് പറയുന്നത്. then next ക്യാരി ഉണ്ടെങ്കിൽ ക്യാരി ഫ്ലാഗ് സെറ്റ് ആവും. സെറ്റ് മീൻസ് 1. ക്യാരി ഇല്ലെങ്കിൽ എന്തായിരിക്കും വരിക ക്യാരി ഇല്ലെങ്കിൽ ക്യാരി ഫ്ലാഗ് എന്തായിരിക്കും റീസെറ്റ്. ക്യാരി മീൻസ് എന്തായിരിക്കും ഈ അവസാനത്താണ് നമ്മളിപ്പോൾ അഡീഷൻ ചെയ്ത് വന്നിരിക്കുന്ന അവസാനം വരുന്നത് ക്യാരി, അത് ക്യാരി ഫ്ലാഗ് എന്ന് പറയുന്നത്. പാരിറ്റി ഫ്ലാഗ്. എന്താ പാരിറ്റി ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴായിരിക്കും പാരിറ്റി ഫ്ലാഗ് ഇനേബിൾ ആവുന്നത്? ഇഫ് റിസൾട്ട് ഹാവിംഗ് ഈവൻ നമ്പർ ഓഫ് വൺസ്. ഇഫ് റിസൾട്ട് ഹാവിംഗ് ഇതായിരിക്കും ഇഫ് ദ റിസൾട്ട് ഹാവിംഗ് ഈവൻ നമ്പർ ഓഫ് വൺസ്. ഈവൻ നമ്പർ ഓഫ് വൺസ് നോക്കി ഇതിനകത്ത് എത്ര വൺ ഉണ്ട് നമ്മളുടെ റിസൾട്ടിനകത്ത് എത്ര ആയിരിക്കും 2 വൺ ഉണ്ട് അല്ലേ. ഇഫ് ദ റിസൾട്ട് ഹാവിംഗ് ഈവൻ നമ്പർ ഓഫ് വൺസ് ദെൻ പാരിറ്റി ഫ്ലാഗ് ഈസ് സെറ്റ്. ദെൻ എന്തായിരിക്കും ദെൻ പാരിറ്റി ഫ്ലാഗ് ഈസ് സെറ്റ്.
പാരിറ്റി ഫ്ലാഗ് സെറ്റ് ആവും. ദെൻ തേർഡ് ഫ്ലാഗ് ഏതായിരിക്കും? ഓക്സിലറി ക്യാരി അല്ലേ, ഓക്സിലറി ക്യാരി. നമ്മളിത് D0, D1, D2, D3, D4, D5, D6, D7 അങ്ങനെ എടുക്കുകയാണെങ്കിൽ if there is a carry from D3 to D4, D3യിൽ നിന്ന് D4ലേക്ക് പോകുന്ന സമയത്ത് ഒരു ക്യാരി ഉണ്ടെങ്കിൽ, അത് ക്യാരി ഉണ്ട് ഇതിനകത്ത്. if there is a carry from D3 to D4, then നമുക്ക് എന്ത് പറയാൻ പറ്റും? auxiliary flag is set എന്ന് പറയാൻ പറ്റും. therefore എങ്ങനെ പറയാൻ പറ്റും? therefore if there is a carry, if there is any carry, if there is carry from D3 to D4, from D3 to D4 അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? auxiliary flag is set. auxiliary flag is set. അപ്പോൾ ഫസ്റ്റ് ക്യാരി ഫ്ലാഗ് പഠിച്ചു, പാരിറ്റി ഫ്ലാഗ് നമ്മൾ നോക്കി, auxiliary flag നമ്മൾ നോക്കി. അടുത്തതായിരിക്കും വരിക നെക്സ്റ്റ് is zero flag. നെക്സ്റ്റ് is zero flag. Zero flag എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? if all the results are if all the result are zero, then zero flag is set. if all the result bit are zero, if all the result bits are zero, അങ്ങനെയാണെങ്കിൽ റിസൾട്ട് ഫുൾ സീറോ ആണെങ്കിൽ എന്തായിരിക്കും? then zero flag is set. then zero flag is set. then last flag എന്തായിരിക്കും വരിക? last flag is sign flag. sign flag. if the most significant bit is 1, if the most significant bit is 1, if the most significant bit is 1, if MSB is 1, then എന്തായിരിക്കും? then sign flag is set. ഇതെല്ലാം റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാ കേട്ടോ. നമ്മൾ റിസൾട്ടിൽ MSB 1 ആണെങ്കിൽ എന്തായിരിക്കും? then sign flag is set. this sign flag is used for എന്തായിരിക്കും? sign magnitude representation. ഓർത്ത് വയ്ക്കുക, sign magnitude representation, used for sign magnitude representation. സോ നമ്മൾ പഠിച്ചത് അക്യുമുലേറ്റർ പഠിച്ചു, ALU പഠിച്ചു, അക്യുമുലേറ്റർ പഠിച്ചു, പിന്നെ എന്തായിരിക്കും? ഫ്ലാഗ് രജിസ്റ്റർ പഠിച്ചു. ഫ്ലാഗ് രജിസ്റ്റർ നമ്മൾ പഠിച്ചത് എന്തായിരിക്കും? when execution takes place according to the result, one status information is stored in the register. അതായിരിക്കും നമ്മൾ ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുന്നത്. കാര്യം നമ്മൾ പഠിച്ചു, നമ്മൾ ഈ അഡീഷണൽ പ്രോബ്ലം നോക്കിയപ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കാം? ഈ അഡീഷണൽ നമുക്ക് എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും? ഇത്രയും ഫ്ലാഗ് നമുക്ക് ഇനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ പറ്റും. ക്യാരി ഫ്ലാഗ് ഉണ്ട്, ക്യാരി ഉണ്ടാകും, ക്യാരി ഫ്ലാഗ് ഇനേബിൾ ആവും. പാരിറ്റി ഉണ്ടാകുമ്പോഴത്തേക്ക് എന്തായാലും ഈവൻ നമ്പർ ഓഫ് ഫണ്ട്സ് ആണ്, പാരിറ്റി ഫ്ലാഗ് ഇനേബിൾ ആവും. ഓക്സിലറി ക്യാരി എന്തായിരിക്കും? D3 to D4 ഉണ്ട്, ക്യാരി ഉണ്ട്, therefore auxiliary flag also enable. zero flag എന്താ? zero flag enable ആവും, അല്ല റീസെറ്റ് ആവും. കാര്യം എന്തായിരിക്കും? because reset means zero. because എന്തായിരിക്കും? നമ്മുടെ ഔട്ട്പുട്ടിൽ എല്ലാം സീറോ അല്ല. എന്തായിരിക്കും? സൈൻ ഫ്ലാഗ് എന്തായിരിക്കും? ഇതെന്തായിരിക്കും? സെറ്റ് ആവുമോ? ഇല്ല, റീസെറ്റ് ആവും. കാര്യം എന്തായിരിക്കും? മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എത്ര? സീറോ. സൈൻ ഫ്ലാഗ് is set when most significant bit is 1. so based upon the result എന്ത് ചെയ്യും? based upon the result എന്തായിരിക്കും? one status information is stored in the register. that register is called the flag register. so അത് ഓർത്ത് വയ്ക്കാം. okay, then next temporary register. next is temporary register. next is temporary register അഥവാ temp എന്ന് പറയുന്നത്. temp register എന്താ പറയുന്നത്? പേരിൽ തരുന്നതായിരിക്കും used to store the information temporarily അല്ലേ? used to store the information, it is used to store the information temporarily. it is used to store the information temporarily. കാര്യം if there is an exchange, ഇപ്പൊ നമ്മൾ പറയാണ്, ഇപ്പം അക്യുമുലേറ്ററിൽ നിന്ന് ഇപ്പൊ ഒരു അക്യുമുലേറ്ററിൽ നിന്ന് ഫ്ലാഗിലേക്ക് ഒരു എന്താ പറയുക സ്റ്റാറ്റസ് പോകണം. അപ്പൊ ആ സമയത്ത് നമുക്ക് ചില സമയത്ത് നമുക്ക് കുറച്ച് ഡിലേ ആവശ്യമായിട്ട് വരുന്ന കേസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നമുക്ക് ഈ നമ്മളുടെ അക്യുമുലേറ്ററിൽ കിടക്കുന്ന എന്തായിരിക്കും? നമ്മളുടെ ആ വാല്യൂവിനെ നമുക്ക് ടെമ്പററി രജിസ്റ്ററിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ അക്യുമുലേറ്റർ നമ്മൾ കുറച്ച് സമയത്തേക്ക് നമുക്ക് വേറൊരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യണം. ആ സമയത്ത് ഇപ്പൊ അക്യുമുലേറ്ററിൽ കിടക്കുന്ന ആരാണോ അവരെ എങ്ങോട്ട് പോകും? അത് ടെമ്പററി രജിസ്റ്ററിലേക്ക് പോകും. സോ അതാണ് നമ്മൾ ടെമ്പററി രജിസ്റ്റർ നമ്മൾ പറയുന്നത്.
സോ ഇതിനകത്ത് നമുക്ക് വേണ്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്നത് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്ത് വയ്ക്കുക, ടെമ്പർ രജിസ്റ്റർ ഇറ്റ് ഈസ് നോട്ട് ആക്സസിബിൾ ടു യൂസർ ആൻഡ് പ്രോഗ്രാമർ. temporary register is not accessible to user and programmer. സോ അപ്പോൾ ആരായിരിക്കും ഞാൻ പറഞ്ഞു അക്യുമുലേറ്ററിന് വേക്കൻസി ചെയ്യണം. ഞാൻ പറയാണ് എനിക്കൊരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യണം. ഇപ്പോൾ അക്യുമുലേറ്ററിൽ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡേറ്റയെ എനിക്ക് എന്ത് വേണം, ഞാനത് നേരെ ടെമ്പററിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളല്ല അക്യുമുലേറ്റർ ഷിഫ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മളിപ്പോൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, ഇത് നമ്മുടെ അക്യുമുലേറ്റർ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ച് നടത്തണം എന്നുള്ള ആവശ്യത്തിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ടെമ്പററി രജിസ്റ്റർ പിക്ചറിൽ വരുന്നത്. അപ്പോൾ ആ ടെമ്പററി രജിസ്റ്റർ അത് എക്സ്ചേഞ്ച് നടത്തുന്ന ആരായിരിക്കും ആ ടെമ്പററി രജിസ്റ്ററിനെ സെലക്ട് ചെയ്യുന്നത്? അത് യൂസറിനോ അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർക്കോ അതിനകത്ത് യാതൊരു റോളും ഇല്ല. എന്തായിരിക്കും? therefore it is selected by the temporary register is selected by the processor. Temporary register is selected by the processor. ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. which of the following register is not accessible by the user? ഓപ്ഷൻ എ accumulator, flag register എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ എന്തായിരിക്കും? temporary register is not accessible to user and programmer. Temporary register is selected by the processor itself. Temporary register is selected by the processor itself. So this is very important conclusion about the temporary register. So next point. അപ്പോൾ നമ്മളിപ്പം മെയിനായിട്ട് നമ്മളിപ്പോൾ എക്സിക്യൂഷൻ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എക്സിക്യൂഷൻ പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്, ബ്ലോക്ക് ഡയഗ്രം നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. എന്തൊക്കെയായിരിക്കും? അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ALU നമ്മൾ പഠിച്ചു. എന്തായിരിക്കും? അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് ALU നമ്മൾ നോക്കി. അതിനായിട്ട് നമ്മൾ അക്യുമുലേറ്റർ നമ്മൾ നോക്കിയല്ലേ, ദി റിസൾട്ട് ഓഫ് ദി ALU സ്റ്റോർഡ് ഇൻ ദി അക്യുമുലേറ്റർ ഇറ്റ് ഇസ് ആൻ 8-bit രജിസ്റ്റർ. അതായത് നമ്മൾ പഠിച്ചു ഫ്ലാഗ് അല്ലേ, ഫ്ലാഗ് രജിസ്റ്ററിനെ പറ്റി പഠിച്ചു. എന്തായിരിക്കും? ബേസ്ഡ് അപ്പോൺ ദ ഔട്ട്പുട്ട് അല്ലെ, ബേസ്ഡ് അപ്പോൺ ദ result one status information is shown in the register. നമ്മൾ എന്താ പറയുക, ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറഞ്ഞു. പിന്നെ എന്തായിരിക്കും? ടെമ്പററി രജിസ്റ്റർ നമ്മളിപ്പോൾ നോക്കി. ഔട്ട് ഓഫ് ദിസ് all registers എന്തായിരിക്കും? 2 registers are out of this all registers എന്തായിരിക്കും? ടെമ്പററി രജിസ്റ്റർ ഇറ്റ് ഈസ് യൂസർ cannot access, അല്ലെങ്കിൽ ടെമ്പററി രജിസ്റ്റർ cannot access by the user and programmer. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ടെമ്പററി രജിസ്റ്റർ is not accessible by the user and the programmer, and instruction register also not accessible by user and programmer. ഓക്കെ, അത് നമുക്ക് പറയാം. നമുക്ക് ഞാനിപ്പം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. ഇപ്പോൾ നമ്മളിപ്പം എന്തായിരിക്കും, നമ്മൾ എക്സിക്യൂഷൻ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. therefore execution part comprises of arithmetic logic ALU, temporary register, flag unit and ഇതായിരിക്കും accumulator. ഇനി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ മെമ്മറിയിലേക്ക് പോവുകയാണ്. മെമ്മറിയിലേക്ക് പോകുമ്പോഴത്തേക്കായിരിക്കും നമ്മളുടെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് പിക്ചറിൽ വരുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും മെമ്മറിയിലെത്ത് പോകാൻ നമുക്ക് നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്ത് ചോദിക്കണം, കാര്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പററി രജിസ്റ്റർ ഒക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ഈസ് രജിസ്റ്റർ പാർട്ട് അല്ലെങ്കിൽ മെമ്മറി പാർട്ട്. രജിസ്റ്റർ പാർട്ട്, ജനറൽ പർപ്പസ് രജിസ്റ്റർ. ജനറൽ പർപ്പസ് രജിസ്റ്റർ ഇതിനായിരിക്കും ജനറൽ പർപ്പസ് രജിസ്റ്റർ എന്തിനാണ്? ഫോർ ഡേറ്റ ട്രാൻസ്ഫർ അല്ലേ, ഫോർ ഡേറ്റ ട്രാൻസ്ഫർ. ദിസ് രജിസ്റ്റർ is also called scratch pad register. It is also called scratch pad register. It is also called scratch pad register. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ രജിസ്റ്ററിന് നമുക്ക് പറയാം അതൊക്കെയുണ്ട്. BC അല്ലെ, BC DEH L, BC DEH L. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് രജിസ്റ്റർ പെയർ ഉണ്ട്. അടുത്തത് രജിസ്റ്റർ നമ്മൾ പറഞ്ഞു. അടുത്തതായിരിക്കും രജിസ്റ്റർ പെയർസ്. രജിസ്റ്റർ പെയർ ബിയും സിയും ചേർന്നൊരു പെയർ BC, ഡിയും ഇയും ചേർന്നൊരു പെയർ DE, എച്ചും എല്ലാം കൂടെ ചേർന്ന പേര് HR. ദിസ് കാൾഡ് രജിസ്റ്റർ പെയർസ്. നമ്മൾ നോക്കിയേ, നമുക്ക് മെഷീൻ കോഡിനെ പറ്റി പറയാണ്. നമ്മൾ പഠിച്ചു അക്യുമുലേറ്ററിന്
മെഷീൻ കോഡ് എത്ര 111 അല്ലേ? നമ്മൾ നോക്കിയേ, നമ്മൾ ബി സി ഡി ഇ എച്ച് എൽ ബിയുടെ മെഷീൻ കോഡ്, നമ്മളിപ്പോൾ മെഷീൻ കോഡിനെ പറ്റി പറയാം. മെഷീൻ കോഡ് ഓഫ് ബി രജിസ്റ്റർ എത്ര ഇതായിരിക്കും വരിക? മെഷീൻ കോഡ് ഓഫ് ബി രജിസ്റ്റർ ഈസ് 000 സി എന്തായിരിക്കും വരിക? 001. ഡി എന്തായിട്ട് 010. ഇ എന്തായിരിക്കും വരിക? 011. എച്ച് എന്തായിരിക്കും വരിക? 100. എൽ എന്തായിരിക്കും വരിക? 101. അക്യുമുലേറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു 111. അപ്പൊ എത്ര 0 ആയി, 1 ആയി, 2 ആയി, 3 ആയി, 4 ആയി, 5 ആയി. എന്താണ് 6? വാട്ട് ഈസ് 110? വാട്ട് ഈസ് 110? 110 എന്ത് ചെയ്ത്? 110 is a machine code for എന്തായിരിക്കും? മെമ്മറിയുടെ മെഷീൻ കോഡാണ് 110 എന്ന് പറയുന്നത്. വേർ 6 എന്തായിരിക്കും? ഈസ് മെമ്മറി. ഓർത്ത് വയ്ക്കുക, മെഷീൻ കോഡ് ഓഫ് മെമ്മറീസ് എന്തായിരിക്കും? 110. മെഷീൻ കോഡ് ഓഫ് അക്യുമുലേറ്റർ 111. ബി സി ഡി ഇ എഫ് ജി എച്ച് എൽ എം, അത് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ് റിമെമ്പർ. അപ്പോൾ രജിസ്റ്റർ പെയർ ബി സി ഡി ഇ എച്ച് എൽ. അപ്പോ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഈ ബി സിയുടെ മെഷീൻ കോഡ് എത്ര ആയിരിക്കും വരിക? വാട്ട് ഈസ് എ മെഷീൻ കോഡ് ഓഫ് ബി സി? മെഷീൻ കോഡ് ഓഫ് ബി സി ഡി ഇ ആൻഡ് എച്ച് എൽ എന്തായിരിക്കും വരിക? ബി സി ഡി ഇ ആൻഡ് എച്ച് എൽ. ബി സി എത്ര ആളുടെ? ബിയുടെ എത്ര വന്നിട്ടുണ്ട്? 000. സി എത്ര ആയിരിക്കും വരിക? 001. ഡി എന്തായിരിക്കും വരിക? 010. ഇ എന്തായിരിക്കും വരിക? 011. ഇങ്ങനെ എഴുതി വെക്കരുത്. കാര്യം നമുക്കെന്താ, ഇവിടെ നോക്കിയിട്ട് നമ്മൾ എഴുതും, പക്ഷെ ഇത് ഇങ്ങനെയല്ല നമ്മൾ എടുക്കുന്നത്. ഇതായിരിക്കും. സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആൻസർ തെറ്റാണ്. ഇതല്ല. ബി സി ഡി ഇയുടെ മെഷീൻ കോഡ് ഇങ്ങനെയല്ല എടുക്കാനുള്ളത്. ഇങ്ങനെ ആയിരിക്കും വരിക. അത് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ബി സി പെയറിന്റെ അല്ലെങ്കിൽ ബി സി പെയർ, ഡി ഇ പെയർ, എച്ച് എൽ പെയറിന്റെ മെഷീൻ കോഡ് എന്തായിരിക്കും വരിക? ബി സി പെയറിന്റെ മെഷീൻ കോഡ് 00, ഡി ഇ പെയറിന്റെ മെഷീൻ കോഡ് എത്ര? 01, ആൻഡ് എച്ച് എൽ പെയറിന്റെ മെഷീൻ കോഡ് എത്ര? 10, ആൻഡ് 11. ഇറ്റ് ഈസ് എ മെഷീൻ കോഡ് ഓഫ് ഇതായിരിക്കും സ്റ്റാക്ക് പോയിന്റർ. മെഷീൻ കോഡ് ഓഫ് സ്റ്റാക്ക് പോയിന്റർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓർത്ത് വയ്ക്കുക, മെഷീൻ കോഡ് വെരി ഇമ്പോർട്ടന്റ്. സോ രജിസ്റ്ററിന് മെഷീൻ കോഡ് 0 എന്തായിരിക്കും? 3 ബിറ്റ് വരുന്നുണ്ട്. പക്ഷേ രജിസ്റ്റർ പെയറിന് 2 ബിറ്റ് വരുന്നുള്ളൂ. അതാണ് നമ്മളുടെ ഇമ്പോർട്ടൻസ് പറയുന്നത്. രജിസ്റ്റർ പെയർ ഉപയോഗിക്കുകയാണെങ്കിൽ മെഷീൻ കോഡ് ഈസ് ഓൺലി 2 ബിറ്റ്സ്. പക്ഷേ ഇൻഡിവിജ്വൽ രജിസ്റ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര വരുന്നുണ്ട്? അത് 3 ബിറ്റ് വരുന്നുണ്ട്. അത് ഓർത്ത് വയ്ക്കുക. therefore individual registers having machine code 3 bits and എന്തായിരിക്കും register pairs having machine code 2 bits നമുക്ക് പറയാൻ പറ്റും. സ്റ്റാക്ക് പോയിന്റിന്റെ മെഷീൻ കോഡ് 11 എന്ന് ഓർത്ത് വയ്ക്കുക. നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവാണ്. സോ ഇത്രയാണ് നമ്മൾ രജിസ്റ്റർ പാർട്ടിനെ പറ്റി നമ്മൾ പറയുക. therefore നമ്മൾ ബി സി ഡി ഇ എച്ച് എൽ ആണ് ജനറൽ പർപ്പസ് രജിസ്റ്റർ ആണ്. നമ്മൾ സ്ക്രാച്ച് പാഡ് രജിസ്റ്റർ നമ്മൾ പറയുന്നുണ്ട്. എന്തായിരിക്കും? ഇവിടെ നമ്മൾ രജിസ്റ്റർ പേഴ്സ് പറ്റി നമ്മൾ പറയുന്നത് എന്തായിരിക്കും? ബിയും സിയും കൂടെ ചേർന്നൊരു പേര്, ഡിയും ഇയും കൂടെ ചേർന്നൊരു പേര്, എച്ചും എല്ലും കൂടെ ചേർന്നൊരു പേര്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തായിരിക്കും? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രജിസ്റ്റേഴ്സിന്റെ മെഷീൻ കോഡ് നമ്മൾ കണ്ടു. എന്തായിരിക്കും? രജിസ്റ്റർ പേഴ്സിന്റെ മെഷീൻ കോഡ് ഓഫ് രജിസ്റ്റർ പേഴ്സിന്റെ മെഷീൻ കോഡ് നമ്മൾ കണ്ടു അല്ലെ? രജിസ്റ്റർ പെയറിന്റെ മെഷീൻ കോഡ് നമ്മൾ കണ്ടു. അടുത്തത് ഇൻസ്ട്രക്ഷൻ ലെങ്ത്. അടുത്തൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോവാണ്. ഇൻസ്ട്രക്ഷൻ ലെങ്ത്. ഇൻസ്ട്രക്ഷൻ ലെങ്ത്. ഈ ഇൻസ്ട്രക്ഷൻ ലെങ്ത് മീൻസ് ഒന്നുകിൽ ഒരു 1 ബൈറ്റ് ആവാം, ഏതൊരു 1 ബൈറ്റ്, അല്ലെങ്കിൽ എന്തായിരിക്കും? മേ ബി 2 ബൈറ്റ് or 3 byte. Sometimes the examiner will ask you what is the machine instruction length for the given instruction. For example, move b comma c. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? That means c എന്ന് പറഞ്ഞ രജിസ്റ്ററിലുള്ള കണ്ടന്റ് എങ്ങോട്ട് പോകണം? That it is to be stored in the, it is to be shifted to അല്ലെങ്കിൽ moved to register b അല്ലെ? Therefore നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? Therefore move b comma c. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും വരിക? move b comma c. അപ്പൊ നോക്ക് എന്തായിരിക്കും? സി എന്ന് പറയുന്നതിനകത്ത് എത്ര, അതിന്റെ മെഷീൻ കോഡ് എത്ര വന്നിരിക്കുന്നത്? സിയുടെ മെഷീൻ കോഡ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളതായിരിക്കും 001 അല്ലെ? Therefore the machine code of c is 001.
0 0 1 and the machine code of B is 0 0 0 0 0. MOV എന്തായിരിക്കും ടോട്ടൽ 8 ബിറ്റ് എന്തായിരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും MOV എന്ന് പറഞ്ഞാൽ ഓപ്പ് കോഡാണ്. അപ്പോൾ 3 + 3 + 2 എത്ര വരും? therefore 1 byte. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രജിസ്റ്ററിന്റെ മെഷീൻ കോഡ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത് ലെങ്ത് ഓഫ് ദി ഇൻസ്ട്രക്ഷന്റെ ലെങ്ത് എത്ര എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കും. therefore ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൂവ് B, C എന്ന് പറയുന്ന എക്സാമ്പിൾ നോക്കിയാൽ എത്ര ആയിരിക്കും അതിന്റെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 1 byte ആണ്. അതിന്റെ 1 byte അതിൽ 1 byte ലെങ്ത് ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, ആഡ് B. നെക്സ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറയാണ് ആഡ് B. അടുത്തൊരു ഇൻസ്ട്രക്ഷൻ ഞാൻ പറയാം. എത്ര ആയിരിക്കും അതിന്റെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്? ആഡ് B എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? B എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും ബിയുടെ മെഷീൻ കോഡ് എത്ര? 0 0 0. ആഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ബാക്കി എത്ര വരുന്നുണ്ട്? ബാക്കി 5 ബിറ്റ് വരുന്നുണ്ട് അല്ലേ? therefore എന്തായിരിക്കും വരിക? therefore ആഡ് B is also എന്തായിരിക്കും? എന്താ ഇതിനർത്ഥം? ആഡ് B എന്ന് പറഞ്ഞാൽ the contents of the B is add to the accumulator. therefore എന്തായിരിക്കും വരിക? ഇതിന് എത്ര ആയിരിക്കും വരിക? ഇൻസ്ട്രക്ഷൻ ലെങ്ത് ഈസ് 8 ബിറ്റ് അല്ലെങ്കിൽ എന്തായിരിക്കും? that is equal to 1 byte. 1 byte നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് മൂവ് A, M. മൂവ് A, M. ഇവിടെ നോക്കിയേ, ഇവിടെ എന്തായിരിക്കും വരിക? നമുക്ക് ഇവിടെ എത്ര ആയിരിക്കും വരിക? M എന്ന് പറഞ്ഞാൽ മെമ്മറിയാണ്. മെമ്മറിയുടെ എത്ര ഇൻസ്ട്രക്ഷൻ മെമ്മറിയുടെ എന്തായിരിക്കും മെഷീൻ കോഡ് എത്ര നമ്മൾ കണ്ടിട്ടുള്ളത്? 110 അല്ലെ? A എത്ര തന്നിട്ടുള്ളത്? അക്യുമുലേറ്റർ എത്ര? 111. അപ്പൊ എന്തായിരിക്കും 3 + 3 6 എന്തായിരിക്കും വരിക? ഇത് 2 bytes കൂട്ട്, 2 bits കൂട്ട്. അപ്പൊ എന്തായിരിക്കും 3 + 2 3 + 3 + 2 എന്തായിരിക്കും 8 ബിറ്റ്. therefore എന്തായിരിക്കും വരിക? therefore it is also 1 byte. സോ ഇങ്ങനെ നമുക്ക് ഇൻസ്ട്രക്ഷൻ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇനി നമ്മൾ നോക്കിയേ അടുത്തത് INXRP. INXRP മീൻസ് X വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തിരിക്കുക, ഈ ഇൻസ്ട്രക്ഷനിൽ X വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തിരിക്കുക എന്തായിരിക്കും? X ഇംപ്ലൈസ് എന്തായിരിക്കും? രജിസ്റ്റർ പെയർ. X മീൻസ് എന്തായിരിക്കും? രജിസ്റ്റർ പെയർ എന്നാണ് അതിനർത്ഥം. X മീൻസ് രജിസ്റ്റർ പെയർ. അപ്പോൾ INRXP എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? രജിസ്റ്റർ പെയർ എന്ന് പറയുമ്പോഴത്തേക്ക് RP എന്ന് പറഞ്ഞ രജിസ്റ്റർ പെയർ ഏതോ രജിസ്റ്റർ ആവട്ടെ, ആ രജിസ്റ്റർ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? എത്ര ബിറ്റാ ഉള്ളത്? നമ്മൾ രജിസ്റ്റർ പെയർ നമ്മൾ നോക്കി 0 0 അല്ലെ 2 ബിറ്റാ വരുന്നത്. ഞാൻ എടുക്കാണ് 0 0 എന്ന് പറയുന്നത് എടുക്കാണ് 0 0 2 ബിറ്റ്. ബാക്കി എത്ര ആയിരിക്കും വരിക? ബാക്കി 6 ബിറ്റ്. അപ്പോൾ 6 + 2 എത്ര വരും? 8 ബിറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 byte അല്ലെ? സോ ഇതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ നോക്കണം. നോക്കിയേ, ഇപ്പം INR B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻക്രിമെന്റ് B. ഇത് എന്തായിരിക്കും? ഇത് രജിസ്റ്റർ പെയർ അല്ല, രജിസ്റ്റർ എടുക്കണുള്ളത്. കാര്യം X വരുവാണെങ്കിൽ മാത്രമേ നമ്മൾ രജിസ്റ്റർ പെയർ എടുക്കാവുള്ളൂ. ദാറ്റ് മീൻസ് എന്തായിരിക്കും വരിക? ഇത് B is the register. INR എന്നാണെങ്കിൽ B is the register and INXB ആണെങ്കിൽ എന്തായിരിക്കും? B is the register pair. B is the register pair. കാര്യം രജിസ്റ്റർ ആകുമ്പോഴത്തേക്ക് കൊടുക്കുക അതിനകത്ത് 3 ബിറ്റ് ആയിരിക്കും അതിന്റെ മെഷീൻ കോഡ് എന്ന് പറയുന്നത്. പക്ഷേ രജിസ്റ്റർ പെയർ ആകുമ്പോഴത്തേക്ക് ഇത്ര 2 ബിറ്റ് ആയിരിക്കും അതിന്റെ മെഷീൻ കോഡ് എന്ന് പറയുന്നത്. ഇപ്പം INXB എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറയാം, ഇപ്പൊ INXC എന്ന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ അതൊന്നും ഇൻസ്ട്രക്ഷൻ ഇല്ല. കാര്യം എന്തായിരിക്കും? ഫസ്റ്റ് ടൈം ആയിരിക്കും പറഞ്ഞത്. B എന്ന് പറയുന്നത് എന്തായിരിക്കും? INXB എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ പെയർ ആണ്. അപ്പൊ ആദ്യത്തെ ലെറ്റർ ആയിരിക്കും നമുക്ക് സ്പെസിഫൈ ചെയ്ത് തരുന്നത്. B എന്ന് പറയുമ്പോഴത്തേക്ക് INXB എന്ന് പറയുമ്പോഴത്തേക്ക് BC എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ആയിരിക്കും, രജിസ്റ്റർ പെയറിനായിരിക്കും അവിടെ മെൻഷൻ ചെയ്തത്. അപ്പോൾ ഒരിക്കലും INXC എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്തല്ല, അത് വാലിഡ് അല്ല. സോ ഇറ്റ് ഈസ് ഇൻവാലിഡ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം. സോ ദാറ്റ് ഈസ് ഇൻവാലിഡ്. അപ്പോ നമ്മള് ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി എങ്ങനെ വരും എന്നുള്ളത്. MVI B, 27H. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫൈൻഡ് ദ ഇൻസ്ട്രക്ഷൻ ലൈൻ? MVI മൂവ് ഇമീഡിയറ്റ്ലി B, 27X എന്നാണ് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും? 27H എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ഡേറ്റ ആണല്ലേ? കാര്യം ഇത് രജിസ്റ്ററിൽ ദിസ് ഇസ് ഡേറ്റ. ഇത് ഡേറ്റ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അപ്പോ എന്തായിരിക്കും ഇതിന്റെ സൈസ് എന്ന് പറയുന്നത്? ഇപ്പൊ ഇത് ഹെക്സ് ആണ്. അപ്പൊ എന്തായിരിക്കും 27 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 27 0 1 1 1 അല്ലെ? 2 എങ്ങനെ എഴുതാൻ പറ്റുക? 0 0 1 0 2 7. B എന്തായിരിക്കും വരിക? B രജിസ്റ്റർ ആണ്. രജിസ്റ്റർ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും മെഷീൻ കോഡ് വരുന്നത്? 0 0 0 അല്ലെ? ഇപ്പൊ എന്തായിരിക്കും വരിക? therefore 3 + 2 5 3 5 7 9 10 അല്ലെ? ബാക്കി എത്ര ആയിരിക്കും വരിക? ബാക്കി ഇവിടെ എത്ര വരണം?
1 2 3 4 5 6 7 8 9 10 11 ബാക്കി എത്ര 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ MOV എത്ര MV എത്ര ആയിരിക്കും വരിക 5. therefore എത്ര ആയിരിക്കും വരിക ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ബിറ്റ്. എന്തായിരിക്കും ദിസ് ഇസ് എ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ലെങ്ത്. അല്ലെങ്കിൽ ദിസ് ഇൻസ്ട്രക്ഷൻ ഈസ് ഹാവിംഗ് 2 ബൈറ്റ് ലെങ്ത് നമുക്ക് പറയാൻ പറ്റും. അടുത്ത നോക്കിയേ, അടുത്തൊരു ഇൻസ്ട്രക്ഷൻ നോക്കിയേ, ADI ആഡ് ഇമ്മീഡിയറ്റ്ലി. എന്താണ് FFH എന്ന് പറയുന്നുണ്ട് അല്ലെ. FFH എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? FFH എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഇത് 1 അപ്പൊ ഇത് 4 കൊടുക്കുന്നത് ഇതൊരു 1 ബൈറ്റ് ആയി. ഇതെന്തായിരിക്കും ആഡ് ഇമ്മീഡിയറ്റ്ലി, ഇതെന്തായിരിക്കും ഇതും ഒരു 1 ബൈറ്റ് ആയിരിക്കും. therefore എന്തായിരിക്കും 8 + 8 16. therefore it is also 2 byte. it is also 2 byte. അടുത്ത നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, LXI 2400 hexa. What is the instruction length? എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഞാൻ മുന്നേ പറഞ്ഞു എക്സ് വന്ന് വരുവാണെങ്കിൽ എന്തായിരിക്കും വരിക, അത് രജിസ്റ്റർ പെയർ ആണ് അല്ലെ. അത് എന്തായിരിക്കും therefore എക്സ് കിടക്കുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും, therefore it is called HL എന്ന് പറഞ്ഞ രജിസ്റ്റർ പെയർ ആണ് അല്ലെ. HL രജിസ്റ്റർ പെയർ. therefore നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 2400 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര 2400 എന്ന് പറയുമ്പോഴത്തേക്ക് 2400 HL എന്തായിരിക്കും HL എന്ന് പറയുമ്പോഴത്തേക്ക് രജിസ്റ്റർ പെയർ ആണ് അല്ലെ. 2400 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക, therefore എന്തായിരിക്കും നമുക്ക് കുറച്ചുകൂടെ കാര്യമായിട്ട് എഴുതുകയാണെങ്കിൽ 2400 ആണെങ്കിൽ എന്തായാലും 0000 ഈ 0 നമുക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും 0000. 4 എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും 0100. 2 എങ്ങനെ ആയിരിക്കും 0010 അല്ലെ. അപ്പൊ 4 4 16 ഇതായിരിക്കും, ഇത് തന്നെ 2 ബിറ്റ് ആയി അല്ലെ. therefore this is 2 byte. 2400 itself 2 byte. അടുത്തായിരിക്കും XL എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, HL എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ രജിസ്റ്റർ പെയർ. അത് എത്ര വരുന്നുണ്ട്, അത് 2 ബിറ്റ് വരുന്നുണ്ട് അല്ലെ. HL രജിസ്റ്റർ പെയർ ആകുമ്പോഴത്തേക്ക് എന്താ HL ആൾസോ ഗീവ്സ് എന്തായിരിക്കും 2 ബിറ്റ് 2 ബൈറ്റ് സോറി HL എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര അതിന്റെ HL ന്റെ വരുന്നത് 10 വരുന്നുണ്ട് അല്ലെ. HL 10. പിന്നെ എന്തായിരിക്കും ബാക്കി ഇൻസ്ട്രക്ഷൻസ് വരുന്നതായിരിക്കും, ബാക്കി 6 ബിറ്റ് ഇവിടെ വരും. therefore എത്ര വരും 6 + 2 8 വരുമ്പോഴത്തേക്ക് എന്താ ഇത് 1 ബൈറ്റ്. therefore എന്തായിരിക്കും ഇത് 2 byte. therefore the total instruction length is എത്ര വരും, total instruction length is 3 byte എന്ന് പറയാൻ പറ്റും. so based upon this നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇൻസ്ട്രക്ഷന്റെ എന്ത് കണ്ടുപിടിക്കണം, നമ്മൾ ഇൻസ്ട്രക്ഷൻ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയായിരിക്കും 1 byte ആണോ 2 byte ആണോ 3 byte ആണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. സോ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്കൊരു ജനറൽ ആയിട്ട് നമുക്ക് ഇതിനെ സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, 8085 ആണെങ്കിൽ ഫോർ 8085 ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കും മോസ്റ്റ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻസ് ആർ 1 byte. മോസ്റ്റ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻസ് ആർ എന്തായിരിക്കും, മോസ്റ്റ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻസ് ആർ 1 byte. മോസ്റ്റ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻസ് ആർ 1 byte except data or address. except data or address. രണ്ടാമത്തെ നോക്കിയേ, രണ്ടാമത് നമുക്ക് പറയാൻ പറ്റും ഒരു 16 ബിറ്റ് ഡേറ്റ ഓർ അഡ്രസ് പ്രസന്റ് ആണെങ്കിൽ എന്തായിരിക്കും therefore it is a. ഇപ്പൊ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ എന്തായിരിക്കും 2400 16 ബിറ്റ് ആണ് എന്തായിരിക്കും. അപ്പം 2400 16 ബിറ്റ് അഡ്രസ് ആണ് അല്ലെ. 2400 16 ബിറ്റ് അഡ്രസ് ആണ്. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും 16 ബിറ്റ് ഡേറ്റ ഓർ അഡ്രസ് പ്രസന്റ് എന്തായിരിക്കും 3 ബിറ്റ്. അതൊരു 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് കാൾഡ് 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്ന, നമ്മൾ ഇതിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഞാനതിപ്പോ സമ്മറൈസ് ആയിട്ട് എഴുതുന്നേ ഉള്ളൂ. 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. ഇറ്റ് ഈസ് കാൾഡ് 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. 8 ബിറ്റ് ഡേറ്റ ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും, 8 ബിറ്റ് ഡേറ്റ ആണെങ്കിൽ എന്തായിരിക്കും, ഡേറ്റ ഓർ അഡ്രസ് ആണെങ്കിൽ എന്തായിരിക്കും, it is 2 byte instruction. 2 byte instruction. ഇപ്പൊ നമ്മൾ നോക്കിയേ, ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞത് തന്നെ നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം അല്ലെ. ഇപ്പൊ നമ്മൾ ഇത് മൂന്നാമത്തെ പോയിന്റ്. ഇപ്പൊ നമ്മൾ പറയുകയാണ് ഇതായിരിക്കും രണ്ടാമത്തെ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൂവ് B, C എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, മോസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പറഞ്ഞ 1 R
എന്തായിരിക്കും 1 byte except the data or address. അപ്പോൾ മൂവ് ബി കോമ സി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, അത് 1 byte ഇൻസ്ട്രക്ഷൻ ആണ്. ആഡ് ബി എന്ന് പറഞ്ഞാൽ 1 byte ഇൻസ്ട്രക്ഷൻ ആണ്. ആഡ് സി എന്ന് സോറി മൂവ് എ കോമ എം എന്ന് പറയുമ്പോഴത്തേക്ക് അതും 1 byte ഇൻസ്ട്രക്ഷൻ ആണ്. INX RP മോസ്റ്റ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻസ് ആർ 1 byte ഇൻസ്ട്രക്ഷൻ നമുക്ക് പറയാൻ പറ്റും, സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടാമത്തെ കേസ് വരുവാണ്. അവിടെ എന്തായിരിക്കും, നമുക്ക് എന്തായിരിക്കും ഡേറ്റ വരുവാണ് അല്ലെ, ഡേറ്റയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡേറ്റയോ അഡ്രസ്സോ വരുവാണ്. അവിടെ എന്തായിരിക്കും വരിക, 27 എന്ന് പറയുന്ന ഡേറ്റയാണ്. അവിടെ എന്തായിരിക്കും വരിക, 2 bit ഇൻസ്ട്രക്ഷൻ ആയിരിക്കും വരിക അല്ലെ. FFH എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, അതെന്തായിരിക്കും ആഡ് ഇമീഡിയറ്റ്ലി FFH അല്ലെ. അപ്പൊ ഇതെന്തായിരിക്കും, ഇതും 2 byte ഇൻസ്ട്രക്ഷൻ ആണ്. ഇവിടെ 24A00 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഹെക്സ വരുന്നുണ്ട്. ഇവിടെ എന്തായിരിക്കും വരിക, ഇത് ദിസ് ഈസ് ആൾസോ 2 bit ഇൻസ്ട്രക്ഷൻ അല്ലെ. 2 byte ഇൻസ്ട്രക്ഷൻ. സോറി 2 byte അല്ല, ഹെക്സ വരുമ്പോഴത്തേക്ക് എന്താ 3 അല്ലേ നമ്മൾ പറഞ്ഞത്, 3 byte അല്ല പറഞ്ഞത് ലാസ്റ്റ് സെക്കൻഡ് പോയിന്റ്. 16 bit ഡേറ്റ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഡേറ്റ ഓർ അഡ്രസ് എന്തായിരിക്കും, ഇറ്റ് ഈസ് എ 3 byte ഇൻസ്ട്രക്ഷൻ ലെങ്ത്. 3 byte ഇൻസ്ട്രക്ഷൻ. സോ അതേ കണക്ക് ഇത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റും, നമുക്ക് ഓർത്ത് വെക്കുക. പിന്നെ സമ്മറി ആയിട്ട് ഈ പോയിന്റ്സ് യൂസ് നോക്കുക. 8085 മോസ്റ്റ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻസ് ആർ 1 byte ആണ് അല്ലെ, എക്സെപ്റ്റ് ഡേറ്റ ആൻഡ് അഡ്രസ്. ഇപ്പൊ ഡേറ്റ അഡ്രസ് 8 bit ഡേറ്റ അല്ലെങ്കിൽ അഡ്രസ് 2 byte ഇൻസ്ട്രക്ഷൻ ആവും. ഹെക്സ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ 3 bit നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഒരെണ്ണം നോക്കിയേ. ഇപ്പം നമ്മൾ പറയാണ് ഒരു ഇൻസ്ട്രക്ഷൻ പറയാണ് പുഷ് RP. എന്തായിരിക്കും സംഭവം, ഞാൻ പറയാണ് അടുത്തൊരു ഇൻസ്ട്രക്ഷൻ ഞാൻ എഴുതാണ്, പുഷ് RP. എന്തായിരിക്കും വരിക, ഇത് ഏതായിരിക്കും വരിക, ഇത് ഏത് ഇൻസ്ട്രക്ഷൻ ആണെന്ന് അറിയത്തില്ല നമുക്ക്. RP എന്ന് പറയുന്നത് രജിസ്റ്റർ ഒന്നും നമുക്കില്ല. therefore എന്തായിരിക്കും വരിക, ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നോ ഡേറ്റ അല്ലെങ്കിൽ നോ അഡ്രസ് അല്ലെ, നോ ഡേറ്റ ഓർ നോ അഡ്രസ്. therefore we can say it is a 1 byte instruction. 1 byte instruction. സോ ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് തവണയൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് പ്രോഗ്രാം കൗണ്ടർ. നെക്സ്റ്റ് ഈസ് പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 16 bit രജിസ്റ്റർ ആണ്. ഇതൊരു 16 bit രജിസ്റ്റർ ആണ്. എപ്പോഴും പ്രോഗ്രാം കൗണ്ടറിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കുക. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ പ്രോഗ്രാം കൗണ്ടർ? എന്തായിരിക്കും, ഇറ്റ് ഹോൾഡ്സ് ദ എന്തായിരിക്കും അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. ഇറ്റ് ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അടുത്ത എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഏതാണോ ആ ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നതാണ് ഇതായിരിക്കും പ്രോഗ്രാം കൗണ്ടറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്രിമെന്റ്സ് ഓർ ഡിക്രിമെന്റ് ഓട്ടോമാറ്റിക്കലി. ഇറ്റ് ഇൻക്രിമെന്റ്സ് ഓർ ഡിക്രിമെന്റ്സ് അല്ലെ, ഇൻക്രിമെന്റ്സ് ഓർ ഡിക്രിമെന്റ് ഓട്ടോമാറ്റിക്കലി. അതും ഓർത്ത് വയ്ക്കുക. അടുത്തെന്തായിരിക്കും അടുത്ത പോയിന്റ്. Then next point is program counter. By program counter is also called program tracker എന്ന് പറയുന്നത്. Program tracker because we can track the program by using the program counter. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം കൗണ്ടേഴ്സിന് 16 bit രജിസ്റ്റർ എന്തായിരിക്കും, it holds the address of the next. ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഇപ്പോൾ മൂവ് എ കോമ ബി, മൂവ് എന്തായിരിക്കും ആഡ് എ എന്ന് പറഞ്ഞ കുറെ ഇൻസ്ട്രക്ഷൻ നമ്മൾ എഴുതി പോവാണ്. മൂവ് എ കോമ ബി ആണ് ഇപ്പോൾ പ്രോസസർ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിൽ ഏതായിരിക്കും വിച്ച് ഈസ് ദ വൺ ദാറ്റ് നീഡ് ടു ബി എക്സിക്യൂട്ടഡ് നെക്സ്റ്റ് അല്ലെ. ഇപ്പൊ ഞാൻ പറയുകയാണ് മൂവ് എ കോമ ബിയുടെ അഡ്രസ് XXX1 ആണ്. ആഡ് എയുടെ എന്തായിരിക്കും XXX2 ആണ്. ആഡ് സി എന്ന് പറയുന്നത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വിചാരിക്കുക XXX3 ആണ്. ഇപ്പൊ നമ്മുടെ മൈക്രോ പ്രോസസർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തായിരിക്കും, ഇത് മ്യൂപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ഇതാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കമാൻഡ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഇതാണെങ്കിൽ എന്തായിരിക്കും പ്രോഗ്രാം കൗണ്ടറിനകത്ത് ഏത് അഡ്രസ് ആയിരിക്കും ചോദിക്കുന്നത് XXX2. ദാറ്റ് മീൻസ് എന്തായിരിക്കും, ദാറ്റ് മീൻസ് ഇറ്റ് ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ. കാര്യം ഇറ്റ് ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ദാറ്റ് നീഡ് ടു ബി എക്സിക്യൂട്ടഡ് നെക്സ്റ്റ്. ദാറ്റ് മീൻസ് അടുത്ത
ഇപ്പം മൈക്രോ പ്രോസസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണോ ആ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് അതിന്റെ അഡ്രസ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഓർത്ത് വയ്ക്കുക. therefore it is called as a 16-bit register എന്ന് ഓർത്ത് വയ്ക്കുക. Then another point is called stack pointer. Another point is called stack pointer. Stack pointer is also a 16-bit register. It is also a 16-bit. It is also a 16-bit register. അതായിരിക്കും ഇപ്പൊ ഞാൻ പറയാണ് സ്റ്റാക്ക് പോയിന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ മെമ്മറിയാന്ന് വിചാരിക്കുക. ഇത് മെമ്മറി. ഫോർ എക്സാമ്പിൾ ഇത് 2700 മെമ്മറി ലൊക്കേഷൻ 2701 2702 ഇവിടെ ഞാനിപ്പോൾ പറയുന്നത് 50 60 70 എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് പറയുന്ന എന്തായിരിക്കും ഡേറ്റ ഞാനിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 16-bit രജിസ്റ്റർ എന്ന് ഓർത്ത് വയ്ക്കുക. എന്തായിരിക്കും ഇറ്റ് ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് സ്റ്റാക്ക് ടോപ്പ്. സ്റ്റാക്ക് പോയിന്റർ ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് സ്റ്റാക്ക് ടോപ്പ്. സ്റ്റാക്ക് ടോപ്പിന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യുന്ന ആരായിരിക്കും? സ്റ്റാക്ക് പോയിന്റർ ആയിരിക്കും. വാട്ട് ഇസ് ഇൻ മൈ സ്റ്റാക്ക് ടോപ്പ്? Stack top means the last location used in the memory. It is a last location. It is a last location used in memory. It is a last location used in memory. So here ഏതായിരിക്കും ലാസ്റ്റ് ലൊക്കേഷൻ ഏതാ? കാര്യം ഇതിന് മുന്നേ എന്തായിരിക്കും ലാസ്റ്റ് ലൊക്കേഷൻ ഏതായിരിക്കും? 2700 is the എന്തായിരിക്കും സ്റ്റാക്ക് ടോപ്പ്. സ്റ്റാക്ക് പോയിന്റർ ഏതായിരിക്കും 2700 ആണ് അല്ലേ? Therefore stack top is a last location stored in the memory. ഇപ്പൊ എന്തായിരിക്കും ഇപ്പം സ്റ്റാക്ക് പോയിന്റർ അഡ്രസ് ഏതായിരിക്കും? സ്റ്റാക്ക് പോയിന്റർ അഡ്രസ് ഇസ് ഈക്വൽ ടു ഈ കേസിൽ എന്തായിരിക്കും വരിക? 2700 hex. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ സ്റ്റാക്ക് പോയിന്ററിനകത്ത് നമുക്ക് അധികം ഇമ്പോർട്ടൻസ് ഇല്ല. ഇത് സ്പെഷ്യൽ കേസസിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ട് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വരാൻ പറ്റുന്നത് എന്തായിരിക്കും? ഇപ്പം ഞാൻ പറയാണ് ഫസ്റ്റ് ഒരു പറയാണ് റൈറ്റിംഗ് ഇൻ സ്റ്റാക്ക് അല്ലെ? റൈറ്റിംഗ് ഇൻ സ്റ്റാക്ക് ആകുമ്പോഴത്തേക്ക് എന്ത് പറയാൻ പറ്റും? therefore in writing in the stack എന്തായിരിക്കും വരിക? ഞാനിപ്പോ സ്റ്റാക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെ, that means if I am going to add the instruction ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതായത് 2701 2700 എന്തായിരിക്കും അടുത്തെന്തായിരിക്കും വരിക? ഇവിടെ ഞാനിപ്പം ഇവിടെ ഒരു എക്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു വൈ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? അത് 2699 2688 2698 എന്ന് പറഞ്ഞു പോകും അല്ലെ? therefore writing in the stack എന്തായിരിക്കും? the stack pointer reduces. And reading from stack ഇപ്പൊ ഞാൻ എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ y എക്സിക്യൂട്ട് ചെയ്തു, മൈക്രോ പ്രോസസർ എക്സിക്യൂട്ട് y, then എന്തായിരിക്കും? then 269. that therefore it is an increasing. therefore reading from the stack എന്തായിരിക്കും? stack pointer increases. And very important point, stack works like എന്തായിരിക്കും? last in first out. stack works like last in first out. അത് ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റാക്ക് പോയിന്റർ വളരെ എന്താ പറയുക 16-bit രജിസ്റ്റർ മാത്രം ഓർത്ത് വയ്ക്കുക. പിന്നെ എന്താ പറയുക സ്റ്റാക്ക് ടോപ്പിന്റെ കൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക. സ്റ്റാക്ക് പോയിന്റർ ഇമ്പോർട്ടന്റ് അല്ല, പ്രോഗ്രാം കൗണ്ടർ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പ്രോഗ്രാം കൗണ്ടർ. പിന്നെ സ്റ്റാക്ക് പോയിന്ററിന്റെ 16-bit രജിസ്റ്റർ എന്നുള്ളൊരു കാര്യം ഓർത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് പറയുന്നത് പറഞ്ഞാല് ഇപ്പൊ നമ്മള് ബ്ലോക്ക് ഡയഗ്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മളിപ്പം ഏതൊക്കെ നമ്മൾ നോക്കി? നമ്മള് രജിസ്റ്റർ അല്ലെ, നമ്മള് രജിസ്റ്റേഴ്സ് നമ്മൾ നോക്കി. ടെമ്പർ രജിസ്റ്റർ നോക്കി, ഏതായിരിക്കും ബി സി നോക്കി, DE നോക്കി, രജിസ്റ്റർ പെയർ നോക്കി, HL നോക്കി, സ്റ്റാക്ക് പോയിന്റർ നോക്കി, ആൻഡ് ആൾസോ പ്രോഗ്രാം കൗണ്ടർ നമ്മൾ നോക്കി അല്ലെ. ഇനി വാട്ട് ഇസ് മീൻ ബൈ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ലാച്ച്? ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ലാച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? To increment or decrement the pointer counter, it is used for increment or decrement latch. That is, this one is used for it is used for എന്താണ്? it is used for എന്തായിരിക്കും? increment or decrement the program counter. increment or decrement the program counter.
അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ മെമ്മറി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് കൺട്രോൾ സിസ്റ്റത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പം ഞാനിപ്പോൾ പറയുകയാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയുകയാണ് മൂവ് എ കോമ ബി അല്ലെങ്കിൽ മൂവ് ബി കോമ സി ഒരു ഇൻസ്ട്രക്ഷൻ എടുക്കുകയാണ്. സപ്പോസ് ഐ ആം ടേക്കിംഗ് ദ ഇൻസ്ട്രക്ഷൻ മൂവ് ബി കോമ സി. ഞാൻ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ഈ ഇൻസ്ട്രക്ഷൻ വേർ ഇറ്റ് കംസ് ഫസ്റ്റ്. ഈ ഇൻസ്ട്രക്ഷൻ മൂവ് ബി കോമ ഐ ആം ഗോയിങ് ടു ഗീവ് ദ ഇൻസ്ട്രക്ഷൻ ടു ദ മൈക്രോപ്രോസസർ മൂവ് ബി കോമ സി. ഈ ഇൻസ്ട്രക്ഷൻ എവിടെ ആയിരിക്കും വരിക? ദ ഇൻസ്ട്രക്ഷൻ ഫസ്റ്റ് കംസ് ടു വിച്ച് ലൊക്കേഷൻ? എവിടെ ആയിരിക്കും വരിക? The instruction which comes first to എവിടെ ആയിരിക്കും? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലായിരിക്കും ഫസ്റ്റ് വരുന്നത്. Therefore എന്തായിരിക്കും വരിക? The instruction what we are giving the microprocessor it comes to where? First it comes to instruction register. Therefore move b comma c, in all the instructions what we are giving to the microprocessor it comes to എവിടെ ആയിരിക്കും? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ പറയുമ്പോഴത്തേക്ക് അതിന്റെ എത്ര ബിറ്റ് രജിസ്റ്റർ ആണ്? നമ്മൾ പറഞ്ഞു പ്രോഗ്രാം കൗണ്ടറും സ്റ്റാക്ക് പോയിന്റർ ഒഴിച്ച് ബാക്കിയെല്ലാം 8 ബിറ്റ് ആയിരിക്കും. Therefore instruction register is also an 8-bit register. Instruction register is also an 8-bit register. That is also important. Then അടുത്ത ഇമ്പോർട്ടന്റ് ലൈക്ക് എന്തായിരിക്കും? ടെമ്പററി രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആൾസോ നോട്ട് ആക്സസിബിൾ ടു പ്രോഗ്രാമർ. It is also not accessible to programmer. Like temporary register, instruction register is also not accessible to the programmer. So അപ്പോൾ നമുക്ക് നോക്കി, ഇപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ ശേഷം നേരെ അങ്ങോട്ട് വരുന്നുണ്ട്. നേരെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ചെയ്ത് വന്നിട്ട് നേരെ ഫ്രം ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ it is coming to instruction decoder and machine cycle encoding. ഈ ഒരു പാർട്ടിലേക്ക് വരുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻ decoder and machine cycle encoding, and it is coming to the timing and control unit. So this timing and control unit is called the brain of the microprocessor. ALU is the heart of the microprocessor, and timing and control unit is called the brain of the microprocessor, because from the brain it has to decide where the instruction goes to accumulator ലാണോ ALU ലാണോ എവിടെ പോകണം എന്നുള്ളൊരു കാര്യത്തിൽ it is determined by the timing and control unit. So ഓർത്ത് വയ്ക്കുക, വാട്ട് ഈസ് ദ എക്സിക്യൂഷൻ പാർട്ട് നമ്മൾ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ മെമ്മറി പാർട്ട് നമ്മൾ പഠിച്ചു. ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചു? ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് നമ്മൾ പഠിച്ചു. പോയിന്റ്സ് ടു റിമെമ്പർ എന്തായിരിക്കും? നമ്മുടെ രജിസ്റ്റേഴ്സിലെല്ലാം എന്തായിരിക്കും? സൈസ് ഓർത്ത് വയ്ക്കുക. പിന്നെ എന്തായിരിക്കും വരിക? ടെമ്പററി രജിസ്റ്റർ ആണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന്റെ സിഗ്നിഫിക്കൻസ് ഓർത്ത് വയ്ക്കുക. പിന്നെ ബൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി വാട്ട് ഈസ് ദ ഇൻസ്ട്രക്ഷൻ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻസും സ്വാഭാവികമായിട്ട് കണ്ടുവരുന്നുണ്ട്, അതും ഓർത്ത് വയ്ക്കുക. നമ്മളിപ്പം പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ ഒരു നോക്കിയേ, MVI മൂവ് ഇമ്മീഡിയറ്റ്ലി, MVI ഞാനൊരു എഴുതുകയാണ് C,40H. then next add B, STA 2700 hexa, STA 2700 hexa, INX RP. എന്തായിരിക്കും വരിക? ഇത് ഡേറ്റ ഉണ്ടല്ലേ, ഡേറ്റ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഡേറ്റ ഉള്ളൊരു ഇൻസ്ട്രക്ഷൻ ആണ്. therefore it is a 2 byte. നമ്മൾ പഠിച്ചു അല്ലെ? ആഡ് ബി എന്തായിരിക്കും? 1 byte ഇൻസ്ട്രക്ഷൻ മാത്രമേ ഉള്ളൂ. STA 2700 ഇതായിരിക്കും 3 byte. കാര്യം എന്താ? ഹെക്സ വന്നിട്ടുണ്ട്, 3 byte ഇൻസ്ട്രക്ഷൻ ലെങ്ത്. INX RP എന്തായിരിക്കും? RP എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? രജിസ്റ്റർ പെയർ ആണ്. therefore എന്തായിരിക്കും? അത് 1 byte. സോ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് പാർട്ട് നമുക്ക് ഇന്ററപ്റ്റ്സിനെ പറ്റി ഡിഫൈൻ ചെയ്യാം. സോ ദിസ് പോയിന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.